നമസ്കാരം. സ്കന്ദപുരാണത്തിൽ മഹാദേവൻ കാർത്തികേയ സ്വാമിയോട് ഇപ്രകാരം പറയുന്നു: മാസങ്ങളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാസം ശ്രാവണ മാസമാകുന്നു. ശ്രവണം എന്ന വാക്കിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്നതാകുന്നു. ഈ പുണ്യമാസത്തെക്കുറിച്ച് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും പുണ്യമായാണ് സ്കന്ദപുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു മാസം ഗുരുപൂർണിമയ്ക്ക് ശേഷം വരുന്ന മാസം എന്നതും പ്രത്യേകത തന്നെയാണ്. കൂടാതെ ദേവശയനി ഏകാദശിക്ക് ശേഷവുമാണ് ഈ പുണ്യമാസം വരുന്നത്. നമ്മുടെ രാമായണ മാസത്തിൽ ഈ മാസം ആരംഭിക്കുകയും രാമായണ മാസം ഈ മാസത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു എന്ന പ്രത്യേകതയുണ്ട്. പരമശിവൻ ഓരോ ഭക്തരുടെയും വീടുകളിൽ വരുന്ന ദിവസം അത്രമേൽ പുണ്യകരമായ ദിവസം. അറിഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിച്ചാൽ ഉടൻ തന്നെ ഫലം സിദ്ധിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് എങ്കിലും ക്ഷിപ്രകോപിയുമാകുന്നു. അതിനാൽ തന്നെ ഈ മാസം ചില തെറ്റുകൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ഏതെല്ലാം തെറ്റുകളാണ് ഇവ എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇനി പറയുന്ന തെറ്റുകൾ ചെയ്താൽ 7 ജന്മത്തേക്ക് ശിവകോപം ഉണ്ടാകും എന്നാണ് പറയുക. അതിനാൽ ഈ തെറ്റുകൾ ഈ മാസം ചെയ്യുവാൻ പാടുള്ളതല്ല. ജൂലൈ 22-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 19-നാണ് ശ്രാവണ മാസം അവസാനിക്കുന്നത്. നാളെ നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. അതിൽ ആദ്യത്തേത് തിങ്കളാഴ്ച വ്രതമാകുന്നു. 22 ജൂലൈ, 29 ജൂലൈ, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 12, ഓഗസ്റ്റ് 19 എന്നീ ദിവസങ്ങളാണ് തിങ്കളാഴ്ച വ്രതം നിങ്ങൾ ആചരിക്കേണ്ടത്. ശ്രാവണ മാസത്തിൽ അതിവിശേഷം തന്നെയാണ് തിങ്കളാഴ്ച ദിവസം ശ്രാവണ മാസം ആരംഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ ദിവസങ്ങളിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും ആ കുടുംബത്തിലേക്ക് വന്നു ചേരും. ആഹാരം കടമായി വാങ്ങുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും വ്രതം എടുക്കുന്നതായ ദിവസം വ്രതം നഷ്ടമാകും എന്നാണ് പറയുക. ആഹാര വസ്തുക്കൾ കടമായി വാങ്ങി കഴിക്കുന്നതിലൂടെ വ്രതപുണ്യം ലഭിക്കില്ല എന്നാണ് പറയുക. മോഷ്ടിച്ച് കഴിക്കുന്നതും ശുഭകരമല്ല. ദാനമായി നൽകുന്നത് കഴിക്കാം, ശുഭകരം തന്നെയാകുന്നു. സ്നേഹത്തോടെ കഴിക്കുവാൻ നിങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ തീർച്ചയായും അത് വാങ്ങി കഴിക്കാവുന്നതാണ്, ശുഭകരമാകുന്നു. പൂജാമുറിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെരുപ്പ് പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. ചെരുപ്പിട്ട് പൂജാമുറിയിൽ പ്രവേശിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പുലവാലായ്മ, മാസമുറ ഉള്ളവർ പൂജാമുറിയിൽ പ്രവേശിക്കുകയോ ശിവചിത്രം സ്പർശിക്കുവാനോ പാടുള്ളതല്ല, പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുള്ളതാണ്. പുലയുള്ളവർ പുല അവസാനിച്ചതിന് ശേഷം പൂജാമുറി വൃത്തിയാക്കി വിഗ്രഹങ്ങളും ചിത്രങ്ങളും തുടച്ച് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ശേഷം മാത്രമേ വിളക്ക് തെളിയിക്കുവാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശിവലിംഗം വീട്ടിലുള്ളവരാണ് എങ്കിൽ നിത്യവും നിർബന്ധമായും ജലാഭിഷേകം ചെയ്യണം എന്നാണ് പറയുക. അല്ലാത്ത പക്ഷം ഇവ വീട്ടിൽ സൂക്ഷിക്കുന്നത് അത്ര ശുഭകരമല്ല. ഇത് ഗരുഡപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. മത്സ്യം, മാംസം, ലഹരി എന്നിവ കഴിച്ചതിന് ശേഷം വിളക്ക് കൊളുത്താതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂവളയിലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂവളയില സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം. ഒറ്റയുള്ള ഇലകൾ ഒരിക്കലും സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. 3 ഇലകളുള്ള കൂവളയില മാത്രം സമർപ്പിക്കുക. പ്രത്യേകം നിങ്ങൾ ഓർക്കണം. വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ സമർപ്പിക്കുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൃഗങ്ങളെയും അതേപോലെ തന്നെ പക്ഷികളെയും ഒരിക്കലും ഈ സമയം നിങ്ങൾ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഭഗവാന്റെ കോപം വന്ന് ചേരുന്നതിനോ കാരണമായി തീരും. ആ കാര്യം പ്രത്യേകം ഓർക്കുക. വലിയ ദോഷമാണ് എന്ന് നിസ്സംശയം പറയാം. സകല ചരാചരങ്ങളുടെയും നാഥൻ ഭഗവാനാകുന്നു. ആ കാര്യം പ്രത്യേകം ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിളക്ക് ശ്രാവണ മാസത്തിൽ 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കണം എന്ന കാര്യം നിസ്സംശയം പറയാം. ഒട്ടും സാധിക്കാത്തവരാണ് എങ്കിൽ, ജീവിത സാഹചര്യം നിങ്ങൾക്ക് അപ്രകാരമാണ് എങ്കിൽ
ഒരു നേരമെങ്കിലും നിർബന്ധമായും വീടുകളിൽ വിളക്ക് തെളിയിക്കണം. തെളിയിക്കാതിരിക്കുന്നത് അത് ശിവകോപത്തിന് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ സ്ത്രീകളില്ല എങ്കിൽ പുരുഷന്മാർ ആയിരുന്നാലും വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇനി പുരുഷന്മാരാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ അത്തരത്തിലാകാം, അതിൽ തെറ്റില്ല. സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമനത്തിന് മുൻപായും വിളക്ക് തെളിയിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. വിളക്ക് തെളിയിക്കുമ്പോൾ നെയ്വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവർ ഭദ്രദീപം തെളിയിക്കുക. ഭദ്രദീപം തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക. സാധിക്കുന്നവർ അപ്രകാരം ചെയ്യണം. അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മനഃശുദ്ധിയും ശരീരശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. കൂടാതെ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സകല അസുഖങ്ങളും, അതായത് രോഗങ്ങളും ഒഴിവായി പോകുന്നതിനും ദീർഘായുസ് വന്നു ചേരുന്നതിനും സഹായകരമാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം ഇപ്രകാരമാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിയും പുഷ്ടിവർദ്ധനം ഉർവാരുകമോ ബന്ധനാത് മൃത്യോർമോക്ഷ്യം അമൃതാത് എന്നാകുന്നു. ഈ മന്ത്രം കൂടാതെ അറിയാവുന്ന മറ്റ് മന്ത്രങ്ങളും ശിവമന്ത്രങ്ങളും ഈ സമയം ജപിക്കാവുന്നതാണ്. നിത്യവും ഒരേ സമയം ജപിക്കുകയാണ് എങ്കിൽ ഫലം ഇരട്ടിയായി തന്നെ വന്നു ചേരും. വൈകുന്നേരവും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓം നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ജപിക്കണം. നമഃശിവായ എന്ന് ജപിക്കണം. 108 തവണ അഥവാ 108 ഉരു ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇനി അത്രയും സാധിച്ചില്ല എങ്കിൽ പോലും 11 തവണയെങ്കിലും ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. 108 ശിവാലയങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തിയാൽ എത്രമേൽ പുണ്യം നിങ്ങൾക്ക് ലഭിക്കുമോ അത്രമേൽ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ശിവാരാധന നടത്തുക. ശിവക്ഷേത്രത്തിൽ മറക്കാതെ ദർശനം നടത്തുന്നതും 2 നേരം ദർശനം നടത്തുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. ഇനി സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും ദർശനം നടത്തുക. ഭഗവാനെ നിത്യവും ഇപ്രകാരം ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ. എന്നാൽ ഈ സമയം നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ നശിക്കാനായോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷങ്ങൾ വരണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തിരിച്ചടി ലഭിക്കുന്നതിന് കാരണമായി തീരും. ആ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാന് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. നിത്യവും വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന പുഷ്പമാണ് എങ്കിലും സമർപ്പിക്കുക. ശംഖുപുഷ്പം സമർപ്പിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ കയ്യിൽ ശംഖുപുഷ്പം കരുതുന്നതും കൂവളയില കരുതുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. ഇപ്രകാരം ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയും ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് ഫലങ്ങൾ വന്നു ചേരും.